ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തേങ്ങ അരച്ചൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. 1/2 കിലോ മീനെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് മോത എന്നൊക്കെ പറയുന്ന മീനുണ്ടല്ലോ, അതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ചെറിയുള്ളിയും കൂടെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ള മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് 2.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ എന്നാലും ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. എടുത്ത് വെച്ചിരിക്കുന്ന പുളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഈ പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. തിളച്ചിട്ടുണ്ട്. വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ, ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ. മീൻകറിയെല്ലാം വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കറി ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ തേങ്ങ അരച്ച ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മളല്ലാതെ മീൻ കറി വെക്കത്തില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.